രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാതായിട്ട് DCC ഇതേ കുറിച്ച് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. ഞങ്ങൾ കേടല്ല, അദ്ദേഹത്തിന് എന്ന് സസ്പെൻഡ് ചെയ്യും അന്ന് തൊട്ട് ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കാറില്ല. അദ്ദേഹം എവിടെ പോകുന്നു, എവിടെ വരുന്നു, ഞങ്ങൾക്ക് ആണല്ലോ 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 അല്ല നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കൺട്രോൾ ഞങ്ങൾക്കില്ല. ഈ രാജിവെക്കുന്ന കാര്യത്തിൽ തീരുമാനം അതൊക്കെ KPCC തീരുമാനിക്കും. ഈ പരാതിയിൽ എന്തായാലും നടപടി ഉണ്ടാവും അല്ലേ? പിന്നെ അത് കേരള പ്രദേശ് കോൺഗ്രസ് ഇന്നലെ തന്നെ പരാതി കിട്ടിയപ്പോൾ DGPക്കല്ലേ കൈമാറിയത്. പിന്നെന്താ നിങ്ങളെ പോലെ വിളിച്ചു വെച്ച് ഞങ്ങളെ പാർട്ടി അന്വേഷിക്കട്ടെ പറഞ്ഞിട്ടില്ല. മറ്റു പാർട്ടികളെ പോലെ ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ ഓഫീസ് അന്വേഷിക്കട്ടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം കൊടുത്തല്ലോ, അതല്ലേ തീരുമാനത്തിന്റെ ഒരു അതല്ലേ ക്രെഡിറ്റ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. രാഹുൽ രാജിവെക്കണമെന്നാണോ DCC അങ്ങനെയൊന്നുമില്ല. KPCC എന്ത് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കും. DCCയുടെ താല്പര്യം കാരണം ജില്ലയിലെ സംവിധാനം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തീരുമാനിക്കേണ്ട KPCC നേതൃത്വമാണ്. അത് ഒറ്റയ്ക്കല്ല, അവർ കൂട്ടായിട്ട് തീരുമാനം. DCCക്ക് ഒരു അഭിപ്രായം അല്ല, ആ തീരുമാനം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അഭിപ്രായം പറയും. ഓക്കെ അഭിപ്രായം എന്തായിരിക്കും? അത് അപ്പോഴാ അവർ അങ്ങനെയല്ലേ പറയും. നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല, പറയേണ്ട സമയത്ത് പറഞ്ഞോളാം. പറയേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് ഒന്നുമില്ല. KPCC ഇങ്ങോട്ട് ചോദിക്കുമ്പോ അത് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. ഇന്നർ പൊളിറ്റിക്സ് ആണ്, അത് അങ്ങോട്ട് പറയും. ഞാൻ ചോട്ടെ, അത് എന്താന്ന് KPCC തീരുമാനിക്കട്ടെ. ആലോചിക്കുമ്പോ അതിനകത്ത് പങ്കാളി DCC രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാതായിട്ട് DCC ഇതേ കുറിച്ച് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. ഞങ്ങൾ കേടല്ല, അദ്ദേഹത്തിന് എന്ന് സസ്പെൻഡ് ചെയ്യും അന്ന് തൊട്ട് ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കാറില്ല. അദ്ദേഹം എവിടെ പോകുന്നു, എവിടെ വരുന്നു, ഞങ്ങൾക്ക് ആണല്ലോ 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 അല്ല നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കൺട്രോൾ ഞങ്ങൾക്കില്ല. അത് അന്നേ ഞങ്ങൾ വിട്ടിരിക്കുന്നു. ഇതിപ്പോ ഒരു വലിയ പ്രശ്നമാണല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം കോൺഗ്രസിനെ വിശ്വസിച്ചാണ് രാഹുലിനെ ജനങ്ങൾ ജയിപ്പിച്ചത്. അല്ല നിങ്ങൾ അദ്ദേഹത്തിനോട് സഞ്ചരിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കാത്ത പോലെ പോകുന്നു. ആൾ ഇവിടുത്തെ MLA ആണ് പ്രസന്റ്. അല്ല, പാർട്ടി പരിപാടിയും അങ്ങനെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയോ പാർട്ടിയായിട്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. കാരണം പുറത്താക്കിയ ആളെ ഞങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് MLA എന്നുള്ള രീതിയിൽ വരുമ്പോഴോ ജനങ്ങളോട് അത് അദ്ദേഹത്തിന് കടന്നു നിർവഹിക്കുന്നുണ്ടാവും. കഴിഞ്ഞ 7 ദിവസമായി നോക്കേണ്ട കാര്യമില്ല. പുറത്താക്കിയാളെ ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? കഴിഞ്ഞ 7 ദിവസമായി അത് വേറെ കാര്യം. ജയിപ്പിച്ചു, നിങ്ങളെ പോലുള്ളവർ തന്നെയല്ലേ പറഞ്ഞിട്ട് അദ്ദേഹം കുറ്റാരോപിതനാണ്, അദ്ദേഹത്തിന് വെച്ചിരുത്താൻ പറ്റില്ല, പാർട്ടി വെളിയിലാക്കിയാളെ അങ്ങനെ നോക്കാൻ പറ്റും? പാർട്ടി നോക്കുന്നില്ല. വെളിയിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ പേരിൽ കൺട്രോളില്ല. ഈ കഴിഞ്ഞ 7 ദിവസമായിട്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഒരു MLA ഇല്ല. MLA എവിടെയാണ്? അപ്പോൾ അതിൽ ഉത്തരം പറയേണ്ടത് ഇല്ലല്ലോ. അദ്ദേഹം പാർട്ടിക്ക് വെളിയിലല്ലേ. ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അദ്ദേഹം പാർട്ടിക്ക് വെളിയിലാണ്. നിങ്ങളാണല്ലോ പറയാ, ഞങ്ങൾ ഞങ്ങളെ അയാളെ അടുപ്പിക്കാനും പാടില്ല. അയാൾ പോയപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എങ്ങനെ പാർട്ടി ഏറ്റെടുക്കാൻ പറ്റും? പാർട്ടി വെളിയിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. എന്ത് പോകണം ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹം പാർട്ടിക്ക് വെളിയിലാണ്.